റീബിൽഡ് വയനാടിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സമാഹരിച്ച തുക സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറി. 1,31,00,000 രൂപയാണ് ജില്ലയിൽ നിന്ന് സമാഹരിച്ചത്. ന്യൂസ് ടൈമിൽ ഇനി ഈ റിപ്പോർട്ടാണ്. റിപ്പോർട്ടിന് ശേഷം ന്യൂസ് ടൈം തുടരും. ഓഗസ്റ്റ് 1 ആരംഭിച്ച് ഒരു മാസക്കാലം നീണ്ടുനിന്ന പ്രവർത്തനത്തിൽ നാടിന്റെ ആകെ പിന്തുണ ഡിവൈഎഫ്ഐക്ക് ലഭിച്ചു. സ്നേഹത്തിന്റെ തട്ടുകട നടത്തിയും വീടുകളിലെത്തി ആക്രിസാധനങ്ങൾ ശേഖരിച്ചും വിവിധ ചലഞ്ചുകൾ ഏറ്റെടുത്തും ചുമട്ടുതൊഴിലും നിർമ്മാണ തൊഴിലുമെല്ലാം ചെയ്തും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പണം സമാഹരിച്ചു. ജനങ്ങൾ പണവും വളർത്തുമൃഗങ്ങളും മത്സ്യവും വാഹനങ്ങളുമെല്ലാം നൽകി ഡിവൈഎഫ്ഐക്കൊപ്പം ചേർന്നു. തെയ്യങ്ങൾ തൊഴുതുവരവായി കിട്ടിയ തുക നൽകി. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ചെക്ക് ഏറ്റുവാങ്ങി. വയനാടിന് വേണ്ടി പണം സ്വരൂപിച്ചത് നിങ്ങൾക്കറിയാം. ആക്രി പെറുക്കി പഴയ സാധനങ്ങൾ, പത്രങ്ങൾ എല്ലാം കളക്ട് ചെയ്യുന്നു. വീടാന്തരം കയറിറങ്ങി ഡിവൈഎഫ്ഐ. അതോടൊപ്പം ചായപ്പീടിക നടത്തി, മനോഹരമായ ചായപ്പീടികകളിലൂടെ ആ ചായ വിൽപ്പന നടത്തി, പലഹാരങ്ങൾ വിൽപ്പന നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പണം സ്വരൂപിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാസർഗോഡ് തന്നെ ഉണ്ട് ഒരു മാതൃക. വളം, ഡിപ്പോയിലേക്ക് വന്ന വളം അൺലോഡ് ചെയ്യുന്നതിന് ഡിവൈഎഫ്ഐ സഖാക്കൾ തയ്യാറായി മുന്നിട്ട് വന്ന്, ഇതൊന്നും മുന്നേ ഇവർ ചെയ്ത ജോലിയേ അല്ല. ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ഈ ചെയ്യുന്ന പ്രവർത്തകരൊന്നും ചായ ഉണ്ടാക്കി പരിചയമുള്ളവരല്ല. പക്ഷേ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി പണം കണ്ടെത്തുന്നതിന് വേണ്ടി ചായപ്പീടിക നടത്തുകയാണ്. അതോടൊപ്പം ഇതുപോലെ ഈ ലോഡിറക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ, മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ നിന്ന് പണം സ്വരൂപിക്കുകയാണ് ഡിവൈഎഫ്ഐ. നാടൊന്നാകെ ഒപ്പം നിന്നതോടെ 12 ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നായി 1,31,37,595 രൂപയാണ് സമാഹരിച്ചത്. മാസക്കാലമായി നടന്ന പ്രവർത്തനങ്ങളിൽ ഈ നാടിൻ്റെ ആകെ പിന്തുണയാണ് റീബിൽഡ് വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചിട്ടുള്ളത്. ജനകീയ ചായക്കടയും അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞതുപോലെ സ്വന്തം ജീവനോപാധികൾ ഉൾപ്പെടെ സ്വന്തം പശുക്കുട്ടിയെയും വളർത്തുമൃഗങ്ങൾ എല്ലാറ്റിനെയും ഡിവൈഎഫ്ഐക്ക് വേണ്ടി സന്നദ്ധമായി നൽകി ഇതിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വലിയ പിന്തുണ സമൂഹത്തിൻ്റെ ഭാഗമായി ഉണ്ടായി. ഞങ്ങളൊന്ന് ഇറങ്ങിയപ്പോൾ ഈ നാടിൻ്റെ പിന്തുണയാണ് ഈ പ്രവർത്തനത്തെ ഇത്രയും വലിയ വിജയമാക്കി തീർത്തത്. അതിന് കാസർഗോട്ടെ ജനതയെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.